ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹീത വേളയിൽ ദൈവവചനത്തിന്റെയും സഭാ ചരിത്രത്തിന്റെയും പരിശുദ്ധ സഭയുടെ ആരാധന പാരമ്പര്യത്തിന്റെയും വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ച് നമുക്കൊരുമിച്ച് അല്പസമയം ധ്യാനിക്കാം. പഴയ നിയമം പരിശോധിക്കുമ്പോൾ അതിൽ മുഴുവൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും പ്രതീകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് സർപ്പത്തോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. മാനവരാശിയുടെ പാപത്തിലേക്കുള്ള വീഴ്ചയുടെ ആ നിമിഷത്തിൽ തന്നെ പുതിയ ഹവ്വയായ പരിശുദ്ധ അമ്മയിലൂടെയുള്ള വീണ്ടെടുപ്പിന്റെ ആദ്യ സുവിശേഷം ദൈവം നൽകുകയായിരുന്നു. യെഹെസ്കേൽ പ്രവാചകൻ അടച്ചിട്ട ഒരു കിഴക്കേ പടിവാതിലിനെ കുറിച്ച് പറയുന്നു: ഈ പടിവാതിൽ അടച്ചിരിക്കണം, യഹോവ അതിൽ കൂടി കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഇത് പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തെ കുറിച്ചുള്ള ശക്തമായ പ്രവചനമായാണ് പരിശുദ്ധ സഭ കണക്കാക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നത് നാം കാണുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന പ്രവചനം മംഗളവാർത്തയിൽ കൂടി പൂർത്തിയാകപ്പെടുന്നതായി നമുക്ക് കാണാം. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മഹത്വം അവളുടെ മറുപടിയിലാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ആ ഒരു മറുപടിയിൽ കൂടി പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. പരിശുദ്ധ അമ്മ കേവലം ഒരു നിഷ്ക്രിയ പാത്രമായിരുന്നില്ല, മറിച്ച് ദൈവഹിതമറിഞ്ഞ് അതിൽ സന്തോഷിച്ച് പ്രവചനസ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചവളായിരുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവളുടെ പ്രവചനം പരിശുദ്ധ സഭയിലൂടെ, അതായത് നമ്മളിലൂടെ നിറവേറുകയാണ്. ഈ വചനങ്ങൾ നമ്മുടെ സഭയുടെ ആരാധനയിൽ കൂടി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ എല്ലാ വിശുദ്ധ കുർബാനയിലും തുബ്ദേനിൽ വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ നാം പ്രഥമ സ്ഥാനം നൽകുന്നത് പരിശുദ്ധ ദൈവമാതാവിനാണ്. ഇത് യാദൃശികമല്ല, മറിച്ച് ദൈവപുത്രന് ഉദരത്തിൽ വഹിച്ചവൾക്ക് സഭ നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധ അമ്മയെ രണ്ടാം സ്വർഗമെന്നും വാഗ്ദാനത്തിന്റെ പെട്ടകമെന്നും ജീവിക്കുന്ന നിയമപ്പെട്ടകമെന്നും നാം വിശേഷിപ്പിക്കുന്നു. ഈ വിശേഷണങ്ങളെല്ലാം പഴയ നിയമ പ്രതീകങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിന് മുന്നോടിയായി നാം അനുഷ്ഠിക്കുന്ന 15 നോയമ്പ് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ അമ്മയ്ക്കുള്ള പ്രത്യേക സ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെയാണ് നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഓർത്തഡോക്സ് വിശ്വാസികളായ നാം അമ്മയെ ആരാധിക്കുകയല്ല, മറിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച് നമുക്ക് വേണ്ടി പുത്രനോട് പക്ഷവാദം യാചിക്കുന്ന പ്രഥമ മധ്യസ്ഥയായി കണ്ട് വണങ്ങുകയാണ് ചെയ്യുന്നത്. ആരാധന സർവശക്തനായ ത്രിയേക ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇതാണ് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്ന മധ്യസ്ഥതയുടെ പൊരുൾ. അമ്മ നമ്മെ തന്നിലേക്കല്ല, മറിച്ച് തന്റെ പുത്രനിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ബലം നൽകുന്ന പുത്രന്റെ സന്നിധിയിൽ നമുക്കായി പക്ഷവാദം യാചിക്കുന്ന പ്രഥമ മധ്യസ്ഥയാണ് അമ്മ. അവസാനമായി, കാൽവറിയിലെ കുരിശിൻ ചോട്ടിൽ തന്റെ പുത്രന്റെ മരണവേദനയിൽ പങ്കുചേർന്ന് നിന്ന ആ അമ്മയെ കർത്താവായ യേശു പ്രിയ ശിഷ്യനായ യോഹന്നാനിലൂടെ നമുക്കെല്ലാവർക്കുമായി നൽകി. ഇതാ നിന്റെ അമ്മ എന്ന നിർദ്ദേശത്തിലൂടെ ക്രിസ്തുവിന് സ്വർഗാരോഹണത്തിന് ശേഷം ഭയന്നിരുന്ന ശിഷ്യന്മാരെ ഒരുമനപ്പെട്ട് പ്രാർത്ഥനയിൽ ഉറച്ചു നിർത്തിയത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ ജീവിക്കുന്ന സഭയുടെ അമ്മയും ഹൃദയത്തുടുപ്പുമായി മാറി. ഈ പരിശുദ്ധ നോയമ്പ് നാം അനുഷ്ഠിക്കുന്ന അവസരത്തിൽ പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്താൽ പുതിയ നിയമസഭയുടെ അമ്മയും നമ്മുടെ ആരാധനയുടെ കേന്ദ്ര ബിന്ദുവുമായി തീർന്ന ആ പരിശുദ്ധ കന്യകയുടെ താഴ്മയും വിശ്വാസവും സഹനവും നമുക്ക് പ്രചോദനമാകട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.